ഡോക്കളെ വെൽക്കം ബാക്ക്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ നമ്പർ 3.3 ആണ്. +2 ഫിസിക്സ് NCERT എക്സസൈസ് ക്വസ്റ്റ്യൻ സീരീസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. തൊട്ടുമ്പത്തെ വീഡിയോസ് ക്വസ്റ്റ്യൻസ് കാണാതെ നിർബന്ധമായിട്ട് അത് കണ്ട് സോൾവ് ചെയ്ത് നോട്ട് ചെയ്ത് വരാട്ടെ, കാരണം അതിൻ്റെ കണക്ഷൻ ഉണ്ട് മക്കളെ. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ എന്നും അതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നും അതിലെന്താണ് ഇക്വേഷൻ എന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ കംപ്ലീറ്റ് അവസാനം വരെ കാണാം. നിങ്ങൾ ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ. അറ്റ് റൂം ടെമ്പറേച്ചർ നമുക്കറിയാം 27 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് അതെടുത്ത് തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ദ റെസിസ്റ്റൻസ് ഓഫ് എ ഹീറ്റിംഗ് എലമെൻറ്റ് ഈസ് 100 ohm ആണ്. വാട്ട് ഈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദ എലമെൻറ്റ് ഇഫ് ദ റെസിസ്റ്റൻസ് ഈസ് ഫൗണ്ട് ടു ബി 117 ohm, given that the temperature coefficient of the material of the resistance is 1.7 into 10 raised to minus 4 degree Celsius raised to minus 1. ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗത്ത് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസി നമ്മൾ റെസിസ്റ്റിവിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുന്നില്ലേ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ഓൺ റെസിസ്റ്റിവിറ്റി R2 = ആ ഒരു കേസാണ്. റെസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇക്വേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുതരാം. അതിൻ്റെ ന്യൂമറിക്കൽ സ്റ്റെപ്സ് ഒക്കെ ഞാൻ ചെയ്തുതരാം. നിങ്ങൾ കറക്റ്റ് ഒന്ന് ഫോളോ അപ്പ് ചെയ്താൽ എന്നിട്ട് എന്താ ഡൗട്ടാണ് ഇഷ്യൂകൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടോ. ചെയ്യുന്ന പോലെ നമുക്ക് ആദ്യം T1 ഒന്ന് അടിക്കാം. ഓക്കെ, എന്ത് തന്നിട്ടുണ്ടായിരുന്നു? T1 തന്നിട്ടുണ്ടായിരുന്നു അല്ലേ. T1 എത്രയാണ്? T1 നമ്മൾ ഇനീഷ്യൽ ഉണ്ടായിരുന്ന ടെമ്പറേച്ചറിനെ T1 എന്ന് വിളിക്കുന്നത്. 27 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ റൂം ടെമ്പറേച്ചർ. ആ സമയത്ത് ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റിംഗ് എലമെൻറ്റ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു? 100 ohm ആണ്. പിന്നെയോ നൗ ഇപ്പോൾ എത്രയുണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്ന ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്തു, സംതിങ് എമൗണ്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ഇൻക്രീസ് ചെയ്തപ്പോൾ ഇപ്പോഴത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 117 ohm ആണ്. അതുപോലെ തന്നെ ആ ഹീറ്റിംഗ് എലമെൻറ്റിൻ്റെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് തന്നിട്ടുണ്ടായിരുന്നു. എത്രയാണ്? 1.7 ഇൻറ്റു 10 raised to minus 4 ഡിഗ്രി സെൽഷ്യസ് raised to minus 1. അങ്ങനെയാണെങ്കിൽ ആ ന്യൂ ടെമ്പറേച്ചർ അല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ, T2 കണ്ടുപിടിക്കണം. അത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ ആ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താണ് കോൺസെപ്റ്റ്? നമ്മൾ ന്യൂ റെസിസ്റ്റൻസ് അല്ലെ ടെമ്പറേച്ചർ R1 എന്ന് പറയുന്ന റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് T1 എന്ന് പറയുന്നത്. T1 ടെമ്പറേച്ചർ R1. R2 എന്ന് പറയുന്ന മറ്റൊരു ന്യൂ ടെമ്പറേച്ചർ ഉണ്ടാകുന്ന റെസിസ്റ്റൻസ് ഉണ്ടാകുന്ന ടെമ്പറേച്ചറാണ് T2. അപ്പോൾ ഇതുമായി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഉണ്ട്, അതേതാണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. R2 = R1 ഇൻറ്റു 1 + ആൽഫ ഇൻറ്റു, ഓക്കെ ഈ ഭാഗം ഒന്ന് റബ്ബ് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്നും കൂടി. R2 = R1 ഇൻറ്റു 1 + ആൽഫ ഇൻറ്റു T2 മൈനസ് T1 എന്ന് പറയുന്ന ഇക്വേഷൻ നിർബന്ധമായിട്ട് പഠിക്കുക. നല്ലൊരു മോഷനകത്തൊരു ക്വാളിറ്റി പ്രോബ്ലംസ് ഇവിടുന്ന് വരാറുണ്ട്. അപ്പോൾ ഇതിൽ T2 ഉണ്ട് മക്കളെ, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ T2 കണ്ടുപിടിക്കുക. ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, വേറെ ഒന്നുമില്ല. ഫിസിക്സ് അവിടെ തീർന്നിട്ടുണ്ട്. ഒന്ന് റീഅറേഞ്ച് ന്യൂമറിക്കലൊന്ന് സെറ്റാക്കാനേ ഉള്ളൂ. ഞാൻ ഈ R1 അതും കൂടി ഞാൻ കാണിച്ചു തരാം. R1 ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. ഞാൻ ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ R2 / R1 = നമുക്ക് T2 ഇക്വേഷൻ ഉണ്ടാക്കി നോക്കാം. 1 + ആൽഫ ഇൻറ്റു വിത്തിൻ ബ്രാക്കറ്റ് ആരുണ്ടാകും? T2 മൈനസ് T1 ഉണ്ടാകും. ക്ലിയർ ആണോ? ഈ 1നെ LHSലേക്ക് എടുത്തു. 1നെ LHSലേക്ക് എടുക്കുമ്പോൾ എന്താവും? അത് -1 ആവും. അപ്പോൾ R2 / R1 -1 = ആൽഫ ഇൻറ്റു ബ്രാക്കറ്റിനുള്ളിൽ ആരുണ്ടാവുക? T2 മൈനസ് ആര് വരും? T1 വരും. ക്ലിയർ ആണോ? ഓക്കെ, ഈ വാല്യൂസ് ഒന്ന് നോക്കിയാൽ ഞാൻ മുകൾ ഭാഗം റബ്ബ് ചെയ്യാം. ഓക്കെ, വാല്യൂസ് നമുക്ക് ഇപ്പുറത്ത് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഇക്വേഷൻ കണ്ടെത്താൻ വേണ്ടിയാണ് ഓരോന്ന് നോട്ട് ചെയ്ത് വെക്കണേ. അപ്പോൾ ഈ ആൽഫേനെ LHSലെ ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ, അതിന് മുമ്പ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ R2 മൈനസ് R1, എനിക്ക് ഫൈനൽ ആൻസർ അറിയില്ല, അതുകൊണ്ട് ഞാൻ ഡിറൈവ് ചെയ്ത് കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, -1 = RHSലാണെങ്കിൽ ആൽഫ ഇൻറ്റു T2 മൈനസ് T1 എന്നുണ്ട്. ഓക്കെ, ഇങ്ങനെയുണ്ട്. ഈ ആൽഫേനെ LHSലേക്ക് എടുത്താൽ എന്ത് വരും? R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ ആൽഫ ഇങ്ങോട്ടേക്ക് വരും, ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ ആൽഫ ഇൻറ്റു R1 = T2 മൈനസ് T1ലേക്ക് ഞാൻ ഒതുക്കിയിട്ടുണ്ട്. ഇനി ആ T1നും കൂടി LHSലേക്ക് ഒന്ന് ചാടിച്ചാൽ ചെറിയൊരു ആശ്വാസമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ആ T1നെ കൂടി ഒന്ന് LHSലേക്ക് എടുത്ത് നമ്മൾ വിചാരിച്ച ഇക്വേഷൻ കിട്ടും. അപ്പോൾ R2 മൈനസ് R1 ഡിവൈഡഡ് ബൈ ആൽഫ ഇൻറ്റു R1 പ്ലസ് T1 = ആര് വരൂടാ? T2 വരും. ആരാണ്? T2. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. R2 മൈനസ് R1 ഡിവൈഡ് ബൈ ആൽഫ ഇൻറ്റു R1 പ്ലസ് T1 = T2. ഇനി നമ്മുടെ വാല്യൂസ് കൊടുക്കാം. അപ്പോൾ മുകൾ ഭാഗം ഒന്ന് റബ്ബ് ചെയ്യാണ്. മക്കൾ നിങ്ങൾ ഈ ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യുക, ബുദ്ധിമുട്ടില്ലെങ്കിൽ ഈ ഇക്വേഷൻ മാത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം.
അയ്യോ ഓക്കെ. ആ ഇക്വേഷൻ എന്തായിരുന്നു? മായ്ച്ചുപോയല്ലോ. എന്താണ് ഇക്വേഷൻ ഉണ്ടായിരുന്നു? മുകളിൽ എഴുതാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ R2 മൈനസ് R1 ഉണ്ടായിരുന്നു. അത് ഓക്കെയാണ്. ഡിനോമിനേറ്ററിലേക്ക് ആൽഫ വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ തന്നെ അല്ലേ? ആൽഫ ഇൻറ്റു R1 പ്ലസ് T1 ഇസ് ഈക്വൽ ടു ആരാണ്? T2 എന്നല്ലേ ഉണ്ടായ? ഓക്കെ, റെഡിയാണ്. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. വാല്യൂസ് കൊടുത്ത് നോക്കാം. എത്രയാണ് വാല്യൂസ് വരുന്നത്? R2 വാല്യൂ എത്രയാണ്? R2 117 മൈനസ് R1 വാല്യൂ എത്രയാണ്? 100 ഡിവൈഡ് ബൈ ആൽഫേൻ്റെ വാല്യൂ എത്രയാണ്? 1.7 ഇൻറ്റു പവർ എത്രയായിരുന്നു? 10⁻⁻⁴ അല്ലേ ഉണ്ടായി? യെസ് 1.7 ഇൻറ്റു 10⁻⁻⁴ ഇൻറ്റു R1 എത്രയാണ്? R1 എഗെയിൻ 100നെ 10² എന്ന് എഴുതുന്നുണ്ട് താഴെ, ഈ പവർ ഒന്ന് കട്ടാക്കാൻ വേണ്ടിയിട്ട്. പ്ലസ് ഈ കിട്ടിയ ആൻസർ എത്രയോട് എത്രയോട് ആഡ് ചെയ്യണം? T1 എത്രയാണ്? 27. സെൽഷ്യസിൽ തന്നെ ചെയ്താൽ മതി, കാരണം ഈ ആൽഫ ഉള്ളത് സെൽഷ്യസ് ഇൻവേഴ്സിലാണ്. അപ്പോൾ 27 ഇസ് ഈക്വൽ ടു ആര് വരുമെന്നാണ്? T2 വരും. ഇനി നമുക്ക് ഈ വാല്യൂസ് ഈ ഭാഗം ആവശ്യമില്ല, ഒന്ന് നമുക്ക് സിംപ്ലിഫൈ ചെയ്തെടുത്താൽ തീർന്നു. അപ്പോൾ എന്താ വരിക? 117 നിന്ന് 100, ഡൗട്ടിന് ചോദിക്കണം മക്കളെ. 117 നിന്ന് 100 വെച്ചാൽ എത്രയാണ്? 17 അവിടെ ബാക്കിയുണ്ടാകും. ഡിവൈഡഡ് ബൈ 10⁻⁻⁴ ഉണ്ട്, 10⁻² ഉണ്ട്. എത്രയുണ്ടാകും? 10⁻² ബാക്കി ഉണ്ടാവില്ലേ? ഈ 10⁻² ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ എത്ര ഉണ്ടാവുക? 10⁻² അല്ലേ ഉണ്ടാവുള്ളൂ. ആയിക്കോട്ടെ, സെറ്റ്. ഇനി ആരുണ്ടാവും? 1.7 ഉണ്ടാകും. പിന്നെ എത്ര കൊണ്ട് കൂട്ടണം? 27നോട് 27 കൊണ്ട് കൂട്ടിക്കഴിഞ്ഞാൽ ആര് കിട്ടും? നമ്മുടെ T2 കിട്ടും. സംഭവം ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇസ് ഈക്വൽ ടു ആരെ കിട്ടൂടാ? T2 കിട്ടും. ഓക്കെ, ഇനി 17 ഡിവൈഡ് ബൈ 1.7 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 അല്ലേ? കാരണം 1.7നെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് എത്ര കിട്ടുക? 17 കിട്ടുക. അപ്പോൾ 17 ബൈ 1.7 എന്ന് പറഞ്ഞാൽ 10 ഇൻറ്റു 10² പ്ലസ് 27 ഇസ് ഈക്വൽ ടു ആരിലേക്ക് എത്തിയിട്ടുണ്ട്? T2ലേക്ക് എത്തി. 10 ഇൻറ്റു 10² എന്ന് എത്രയാണ്? 1000 10 ഇൻറ്റു 10² എന്ന് പറഞ്ഞാൽ 10 ക്യൂബ് എന്ന് പറഞ്ഞാൽ 1000 പ്ലസ് 27 എന്ന് എത്രയാണ്? 1027. അത്രയും ആയിരിക്കും നമ്മുടെ ന്യൂ ടെമ്പറേച്ചർ. അത്രയും ആര്? ഡിഗ്രി സെൽഷ്യസ്. കാരണം T1 എന്തിലായിരുന്നു? ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 27. ക്ലിയർ ആണോ? അപ്പോൾ ഇത്ര ടെമ്പറേച്ചർ എത്തിച്ചിട്ടുണ്ടാകും. എന്തിനു വേണ്ടിയിട്ട്? റെസിസ്റ്റൻസ് 100 ഓമിൽ നിന്ന് 117 ഓം ആവാൻ വേണ്ടിയിട്ട് ടെമ്പറേച്ചർ എത്രയായിട്ടുണ്ടാകും? 27ൽ നിന്നും എത്രയായിട്ടുണ്ടാവുക? 1027 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. ഒരു ആവറേജ് പ്രോബ്ലമാണ്. ഓക്കെ, ടെമ്പറേച്ചർ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ നിന്നാണ് പ്രോബ്ലം വന്നത്. അത് നമുക്ക് കോൺസെപ്റ്റ് ഇങ്ങനെ റിവൈസ് ആവും. ഏറ്റവും നൈസ് NCERT എക്സസൈസ് ചെയ്യുന്നത് നൈസാണ്. ഓക്കെ, കോമ്പറ്റീവ് എക്സാമിലേക്ക് ഷുവർ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ ടോപ്പിക് വൈസ് പ്രാക്ടിക്കൽ വീഡിയോസ്, ഇമ്പോർട്ടൻറ്റ് സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം പ്ലേലിസ്റ്റ് കിടക്കുന്നുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. ഓക്കെ, എന്നിട്ട് എന്താ ഡൗട്ട് കാര്യങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയിൽ കമൻറ്റ് ബോക്സിലായിട്ട് ചോദിക്കട്ടെ. അപ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. സോ നെക്സ്റ്റ് സെഷൻ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.